നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പാണോ കേരളമാണോ? മുന്നണി ഏതായാലും കേരളയാത്ര മസ്റ്റാണ്. പേരിലും മുദ്രാവാക്യത്തിലും മാത്രമേ വ്യത്യാസം കാണൂ. യാത്രാരീതിയൊക്കെ ഏറെക്കുറെ സമാനമാകും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാവും മിക്ക യാത്രകളും. കേരളയാത്രയെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നൊരു വിഭാഗം നാട്ടിലെ വ്യവസായികളും കച്ചവടക്കാരുമാണ്. പാർട്ടി ഏതായാലും യാത്രയ്ക്ക് വലിയ ചിലവ് വരും. ബോർഡും ബാനറും കട്ടൗട്ടും സ്വീകരണവും നേതാക്കളുടെ താമസവും യാത്രയും തുടങ്ങി ചെലവിന് ഒരു കുറവും വരില്ല. അതിനുള്ള പണം നൽകേണ്ടി വരുന്നത് നാട്ടിലെ സാധാരണക്കാരാവും. അതിന് രസീത് നൽകിയാണെങ്കിലും അല്ലെങ്കിലും ബക്കറ്റിലായാലും പിരിവ് നൽകാതിരിക്കാനാകില്ല. നേതാക്കൾക്കും അണികൾക്കും പക്ഷേ ഈ യാത്ര ആവേശമാണ്. ഈ യാത്രയോടെ കേരളം പിടിക്കുമെന്നാണ് എല്ലാ മുന്നണികളും പാർട്ടികളും ഒരുപോലെ കണക്ക് കൂട്ടുന്നത്. LDFും UDFും കേരളയാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ യാത്രയും പിന്നാലെ വരും. പരമാവധി പോയാൽ മാർച്ച് പകുതിക്ക് മുമ്പ് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേ മതിയാവൂ. അതിനുള്ള മുന്നൊരുക്കത്തിലാണ് പ്രധാന പാർട്ടികളും മുന്നണികളും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലും ആവേശത്തിലും അടുത്ത കേരള ഭരണം ഉറപ്പിക്കുകയാണ് UDF യാത്രാ ലക്ഷ്യം. തദ്ദേശ തിരിച്ചടി മറികടന്ന് വിജയമുറപ്പിക്കാനുള്ള വഴി തേടിയാണ് ഇടതുമുന്നണി യാത്ര. വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച ആവേശത്തിലാവും BJP യാത്ര. ഒരു കാലത്ത് ഇത്തരം യാത്രകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ മാറിയ ഇക്കാലത്തും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ആവർത്തിക്കുന്ന ഇത്തരം കേരള യാത്ര കൊണ്ട് പാർട്ടികൾക്ക് വോട്ടുറപ്പിക്കാനാവുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ പീതാംബരൻ, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു കേരള യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുന്നണി ഏതായാലും അത് മസ്റ്റാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള പ്രചാരണ പരിപാടികൾ ആവശ്യമായിരുന്നു, രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ. ഈ മാറിയ കാലത്തും ഇത്തരം യാത്രകൾ അനിവാര്യമാണോ? അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഇത് യാത്ര നടത്തിയാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുകയും സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അത് മുന്നണി നോക്കാതെ ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ള തെളിവാണ് ഇത്തവണ BJP തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ആര് തന്നെ നടത്തിയാലും പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഇല്ല എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ യാത്ര കൊണ്ടൊന്നും എത്ര രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് രണ്ടു കൂട്ടർ ശ്രദ്ധിച്ചാൽ കൊള്ളാം, ഇടതും വലതും. ശ്രീ പീതാംബരൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് BJP 25% വോട്ട് ലക്ഷ്യമിട്ട് നടത്തിയ യാത്രയിൽ അത് 15% ഒതുങ്ങിയത് കഴിഞ്ഞ തവണത്തേക്കാൾ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും ഒക്കെ വോട്ടിംഗ് ശതമാനത്തിൽ BJPക്ക് കുറവാണ്. അങ്ങനെ ഒരു മുന്നേറ്റം അവരുണ്ടാക്കിയെന്ന് പറയാൻ കഴിയില്ല. ഒരു തിരുവനന്തപുരം നഗരസഭ പിടിച്ചു, അതൊരു വലിയ നേട്ടമാണ്. വോട്ടിംഗ് ശതമാനത്തിൽ എല്ലാ സ്ഥലത്തും കൂടുതലാണല്ലോ. അല്ല, കുറവാണ്. ശ്രീ പീതാംബരൻ, BJPയുടെ വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞു. ഏകദേശം 20% വോട്ട് കഴിഞ്ഞ ലോക്സഭയിൽ പിടിച്ച BJP ഇത്തവണ 15%-ലേക്കാണ് കൂപ്പ് കുത്തിയത്. അതായത് ഇത്ര സീറ്റുകൾ പിടിച്ചില്ലേ, എവിടെയെല്ലാം മുന്നേറ്റം ഉണ്ടായി. അതാ ശ്രീ പീതാംബരൻ പറഞ്ഞത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിക്കാൻ കഴിഞ്ഞു, പക്ഷെ കേരളം ആകെ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. BJPയുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കഴിഞ്ഞ 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടിംഗ് ശതമാനം ഏകദേശം 1% മേൽ കുറവായിരുന്നു. അതിന് വഴിവെച്ചു കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് ഇപ്പൊ. കാരണം ഇപ്പൊ ഇവിടെ എറണാകുളം കോർപ്പറേഷൻ തന്നെ നമ്മുടെ വിഷയം യാത്രയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് തന്നെ പോകുന്നത്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു കേരള യാത്ര മസ്റ്റാണ്. ഈ സാധാരണ യാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നാട്ടിലെ വ്യവസായികളും വ്യാപാരികളും ഒക്കെയാണ്. അവരാണല്ലോ എല്ലാ പാർട്ടികൾക്കും പിരിവ് ഏറ്റവും കൂടുതൽ നിർബന്ധിതമായി നൽകേണ്ടി വരുന്ന ആളുകളൊക്കെ. അതൊക്കെ പോട്ടെ, എന്തായാലും ഇത്തരം യാത്രകൾ കൊണ്ട് പുതിയ കാലത്ത് വോട്ടുറപ്പിക്കാൻ കഴിയുമോ? നമസ്കാരം സാറേ. നമസ്കാരം. ഇതിപ്പോ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ബക്കറ്റ് പിരിവിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഏത് മുന്നണി ഇപ്പം യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും കുറെ പണം കുറെ ഒഴിക്കും. എന്നാൽ അതുകൊണ്ട് വല്ല ഗുണം വല്ലതും ഉണ്ടോ?
ഒരു ഗുണവും ഉണ്ടാകത്തില്ല. യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആരാണോ അവർക്ക് ജനം വോട്ട് കൊടുക്കും. ഒരു മാറ്റവും വേണം. ശരി, ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രണ്ട് മുന്നണികൾ LDF ഉം UDF ഉം യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ഉടൻ തന്നെ യാത്ര പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു. ഇങ്ങനെ കേരള യാത്ര പണ്ടൊക്കെ കാലത്ത് എല്ലായിടത്തും നേതാക്കളെത്തി നേരിട്ട് പ്രസംഗിച്ച് ആശയപ്രചാരണം നടത്തുക എന്നുള്ളതൊരു അനിവാര്യമായിരുന്നു. പക്ഷേ ഈ പുതിയ കാലത്ത് ഇത്തരം യാത്രകൾ കൊണ്ട് അങ്ങനെ ഒരു വോട്ടുറപ്പിക്കൽ സാധ്യമാവുമോ? പറയുമ്പോ തന്നെ കേൾക്കുമ്പോ പേടിയോ. പണ്ടൊക്കെ നമുക്ക് കടയുണ്ടായിരുന്നു. ഇവര് യാത്രയൊക്കെ നടത്തി കയറി വരും. ഒരു 10,000 എടുത്തോളം പറയും. ഒരു 500 കൊടുത്താൽ അവര് LDF ആണെങ്കിൽ ആ കടയുടെ ബോർഡിലേക്ക് നോക്കും. പിന്നെ കണ്ടോളാന്ന് പറയും. പിന്നെ എടുത്തോളാം. മറ്റൊരു പിന്നെ കുറെ നേരം നിൽക്കും പിടിച്ച് UDF അത് താന്ന് പറഞ്ഞ് നിൽക്കും. കൊടുത്തില്ല പിന്നെ കുറെ കഴിഞ്ഞ് പോകുള്ളൂ. മറ്റൊരു ഭീഷണിയെ പിടിച്ചിട്ട് പോകും. ഇപ്പൊ കടയില്ലാത്ത നേരത്തെ പേടിപ്പിച്ചാ പഠിച്ചു അറിയോ. പിന്നെ കണ്ടോളാന്ന് പറയണേ. അതാണ് പേടി. ഇതിന്റെ ഉദ്ദേശം തന്നെ വരുവാ. അത് ഭയങ്കര ബാഗുകാരൊക്കെ ചുറ്റി പോകും. നോക്കും, ബാഗുകാരെ വലിയ ഹോൾസെയിൽ കടക്കാര് അവരൊക്കെ പിടിച്ചവര് പിന്നെ ഭീഷണിപ്പെടുത്തവര്. കൊടുത്തില്ല ഭീഷണിപ്പെടുത്തും. ഭരണം കൂടെ അവരുടെയാണല്ലോ. ഭീഷണിപ്പെടുത്തി പഠിച്ചവര്. അതാണ് അവരുടെ പരിപാടി. അല്ലാണ്ട് വേറൊന്നുമില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും പ്രതികരിച്ചത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പുതിയ കാലത്ത് ഇത്തരം കേരള യാത്രകൾ കൊണ്ട്, ഈ കാസർഗോഡും തിരുവനന്തപുരത്തേക്കുള്ള അത്തരം യാത്രകൾ കൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് ആ യാത്ര അവസാനിക്കുന്ന കൂടി കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം സാധ്യമാകും, അങ്ങനെയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യമാകും? സാർ, റോഡിലൂടെ യാത്ര ചെയ്യുന്നത് കൊണ്ട് ഏതൊരു കാര്യമല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് യാത്ര ചെയ്യണം. റോഡിലൂടെ അല്ല വേണ്ട സാർ. അതായത് എത്രയോ പേര് ഗ്രാമങ്ങളിലായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരിലേക്ക് ചെല്ലണം. ഏത് പാർട്ടി ആയാലും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, അവരുടെ ആ കഷ്ടതയും ബുദ്ധിമുട്ടും അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക. അതാണ് സാർ ആവശ്യം. അതല്ലാതെ റോഡിലൂടെ എന്താണെന്ന് വെച്ചാൽ കുറെ അലങ്കാരവും കുറെ സർക്കാരിന്റെ പൈസ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നികുതി പൈസ മുടക്കിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് കാര്യമായിട്ട് യാതൊരു പ്രയോജനം കിട്ടൂല. LDFന് അത് ബോധ്യമായ കാര്യമാണ്. ഓക്കെ സാർ. ശരി, മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇത്തരം യാത്രകൾ കൊണ്ട് മുന്നണികൾക്ക് വോട്ടുറപ്പിക്കാൻ കഴിയുമോ? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. യാത്ര ആരും തിരിഞ്ഞെടുക്കൂല. പാർട്ടി മെമ്പറും പാർട്ടി അനുഭാവികളാണ് പൈസ കൊടുക്കണം. അല്ല വെളിയിൽ പറ്റി ആരും ഭീഷണിയൊന്നും പെടുത്തുന്നില്ല. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തെറ്റുള്ളത്. അത് അങ്ങനെ പറയാൻ പാർട്ടി അനുയായികളും പാർട്ടിക്കാരുമൊന്നും അല്ലല്ലോ. ഇപ്പൊ നാട്ടിലൊരു വ്യവസായം നടത്തുന്ന ഒരാളുണ്ട്, കച്ചവടം നടത്തുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഏത് പാർട്ടിക്കാർ വന്നാലും കാശ് കൊടുക്കണ്ടേ? അല്ല, ഞാൻ സീറ്റ് ഞങ്ങൾ സമ്മാനം ചെയ്യും. ഞങ്ങൾ സമ്മാനം ചെയ്യും. ഞാൻ സീറ്റ് തൊഴിലാളിയായിരുന്നു. അതുകൊണ്ട് വേറെ ആരും ഭീഷണിപ്പെടുത്തുന്ന ആരും വായിക്കില്ല. ചിലപ്പോൾ ഞാൻ 1000 അങ്ങനെയൊന്നും പറയണ്ട മഹി. അങ്ങനെയൊക്കെ പലരും പണം കൊടുക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നത് സ്വമേധയാ മാത്രമല്ല. ആളുകൾ ഇനി ഇവർ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇവർ നമുക്ക് നാളെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് കരുതിയൊക്കെ പണം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചാലയാണ് താമസിക്കണേ. ചിലവര് ഇത് വാശം ഭീഷണിപ്പെടുത്തി വാശികളുണ്ട്. എല്ലാവരും 1001 ആൾക്കാരെ കാണും. അവരുടെ നടപടി എടുക്കും പാർട്ടി. ശരി, ഓക്കെ. മനസ്സിലായി. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ പുതിയ കാലത്ത് ഈ ആളുകളിലേക്ക് സർക്കാരിൻ്റെ നേട്ടം എത്തിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെതിരായ മുദ്രാവാക്യങ്ങൾ എത്തിക്കാൻ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പറയാനുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ഇങ്ങനെ ഒരു യാത്ര നടത്തുക എന്ന പഴയ ശീലം അത് ഇപ്പോഴും തുടരേണ്ടതുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായ കാലത്ത് ഇതൊരു ശുദ്ധ പറ്റിക്കലാണ്. പറ്റിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടിക്കുക. ഏത് പാർട്ടി നടത്തുകയാണെങ്കിലും റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ രീതിയിൽ, പിന്നെ നാട്ടിലെ ഈ ചെറിയ കടകളായിക്കോട്ടെ വലിയ കടകളായിക്കോട്ടെ ഇടത്തരം ബിസിനസ്സുകാരായിക്കോട്ടെ അവരുടെ പോക്കറ്റ് കയറും. പരമാവധി അതിപ്പോ നാട്ടിലേക്ക് വ്യാപാരി വ്യവസായ സമിതി ആയിക്കോട്ടെ, ഏകോപന സമിതി ആയിട്ട് ചെറു മുറക്കാങ്കട നടത്തുന്നവരായിരുന്ന ഒരു പിരിവുണ്ടാവും. അത് കൊടുക്കാരിക്കൊന്നും നിർത്തില്ല, നിർബന്ധ പിരിവാണ്. അവരെ റെസീറ്റ് കൊടുത്തില്ലെന്നല്ല പ്രശ്നം. ഇത് കർശനമായിട്ട് ഇത് മേടിക്കുക. അത് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും മിച്ചണ്ടാവുകയാണ് പോക്കറ്റിലേക്ക്. ആ രീതിയിലാണ് ഒരു കാര്യങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ പറയും. 2 വർഷം തന്നെ കൊച്ചി കടവന്തരയിൽ ഒരു പാവപ്പെട്ട ഒരു ഗൾഫാരൻ തിരിച്ചു വന്നിട്ട് ഒരു മാർഗമില്ല എന്ന് ഭാര്യം ഭർത്താവും കുറിച്ച് ഒരു ബ്യൂട്ടി പാർലർ നടത്തി. ആ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാർട്ടി ഭരണകക്ഷിയിലെ ഒരു ഘടകകക്ഷിയാണ്, ഞാൻ പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. ഒരു ഘടകകക്ഷി 2000 രൂപ സംഭാവന ചോദിച്ചു കൊടുത്തില്ല. അവരിൽ 1000 ഉള്ളതുകൊണ്ട് 1000 മേടിക്കാതെ പോയി. അന്ന് രാത്രി ആ ബ്യൂട്ടി പാർലർ അടിച്ചു തകർത്തു.
അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പത്രപരം അല്ലെങ്കിൽ ചെയ്യാത്തവർക്ക് ഇഷ്ടം പോലെ അർത്ഥമല്ലോ. ഒരു പത്രത്തിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൽ പല രീതിയിലുമാണ്, കച്ചവടക്കാരെ ബുദ്ധിമുട്ടിക്കൽ, പിന്നെ യാത്രാ തടസ്സം ഏറ്റവും വലിയൊരു കാര്യം. ഇതൊക്കെ ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് റോയിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ റോയി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരള യാത്രകൾ കൊണ്ട് വിവിധ പേരിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യാത്ര വരുന്നത്, എന്തായാലും ആ യാത്രയാണത്. ആ യാത്രകൾ കൊണ്ട് ഇവർക്ക് കേരളം പിടിക്കാനുള്ള വോട്ട് കിട്ടും, അല്ലെങ്കിൽ അവർക്കൊരു വലിയ ശക്തി വർദ്ധിപ്പിക്കാം എന്നുള്ള പ്രതീക്ഷ ഈ പുതിയ കാലത്ത് എത്രത്തോളം യാഥാർത്ഥ്യമാകും? അതായത് ഇവരൊരു ശ്രീ റോയി പറഞ്ഞോളൂ. അല്ല, ഇവര് ഒരു യാത്ര നടത്തിയില്ലേ? ഹലോ സാറേ പറഞ്ഞോളൂ. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതുവരെ ആരും യാത്ര നടത്തിയില്ല, യാത്ര നടത്താൻ പോകുന്നതേ ഉള്ളൂ. യാത്ര നടത്തി, അന്ന് പാവപ്പെട്ടവരെ എല്ലാം തല്ലി ശരിയാക്കി. അല്ല, അത് രാഷ്ട്രീയ പാർട്ടിയുടെ യാത്രയല്ലായിരുന്നല്ലോ, അത് സർക്കാരുമായി ബന്ധപ്പെട്ട അടുത്ത എങ്ങനെ ഇവന്മാർക്ക് 10 രൂപ പിരിവ് കൊടുക്കാതിരുന്ന ഇവന്മാര് യാത്രയൊക്കെ അങ്ങ് നിന്നോളൂ. ജനങ്ങള് സംഘടിച്ച് നിന്ന് ഒറ്റ പൈസ ഇവന്മാർക്ക് പിരിവ് കൊടുക്കരുത്. ഇവന്മാര് പാവപ്പെട്ടവന്റെ കാശ് പിരിവ് മേടിച്ചിട്ട് കൂട്ടുകടിക്കാൻ വേണ്ടിയുള്ള പരിപാടി ഈ യാത്രയെ കൊണ്ടെല്ലാം ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ സാറേ? ശരി, ഓക്കെ. ശ്രീ ഉണ്ണികൃഷ്ണനാണ്, ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, മുൻകാലങ്ങളിൽ ഇത്തരം യാത്രകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അവർ സർക്കാരിനെതിരെയും അനുകൂലമായിട്ടും ഒക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഇത്തരം യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ആ മട്ടിലൊരു പ്രാധാന്യം ഇപ്പോഴുണ്ടോ? ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞോളൂ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. നമുക്ക് ഓരോ സ്ഥലങ്ങളില് ഈ ഓരോ ഗ്രാമാന്തരങ്ങളില് ഒരു സഖാവിന്റെ അല്ലെങ്കിൽ ഒരു നേതാവിന്റെ ഒരു പ്രസംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പേ തയ്യാറാവും. അന്ന് പണിക്കൊന്നും പോകാതെ ആൾക്കാർ കൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു യാത്രയിലൂടെ ഒന്ന് സംസാരിക്കും, ഒരു കാൽനടയായിട്ട് വരുമ്പോഴത്തേക്ക്. ഇപ്പം ഈ കാലഘട്ടത്തിൽ അതൊന്നും ഒരു ശരിയായ ഒരു പ്രയോജനം രാഷ്ട്രീയ കക്ഷികൾക്ക് ചെയ്യത്തില്ല. അതായത് ഇന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. അതായത് മനുഷ്യന് എല്ലാ വിവരങ്ങളും ശരിയായ രീതിയിൽ നിങ്ങളെപ്പോലുള്ള ചാനലുകൾ എത്തിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ പ്രകൃതി വെയിലും മഴയൊക്കെ കൊള്ളാൻ ഏത് മനുഷ്യനെ കൊണ്ടിപ്പം പറ്റും. യാത്രയൊക്കെ ചുമ്മാ നടത്താന്നേ ഉള്ളൂ. അപ്പൊ യാത്ര നടത്തുന്നു എന്ന് പറയുന്ന വർക്ക് എന്നൊക്കെ പറയുന്നത് ഒരു 40, 50, 60 വയസ്സിന് മേലിലോട്ടൊക്കെ ഉള്ള പഴയ നേതാക്കന്മാരുടെ ശൈലിയാണ്. ആ ശൈലിയൊക്കെ മാറ്റി ഈ യുവജനങ്ങൾ പറയുന്ന രീതിയിലുള്ള വർക്കുകളുമായിട്ട് മുമ്പോട്ട് പോകണം. അത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ BJP ആണ് ഇപ്പം ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരുടെ മൈൻഡ് അനുസരിച്ച് അവർക്കുള്ള തലമണ്ട പ്രവർത്തിക്കുന്ന അനുസരിച്ചാണ് ആ പാർട്ടി ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. പണ്ട് ഒരു ശ്രീനിവാസിന്റെ പഴയ ഒരു സിനിമയുണ്ട്, ആദ്യത്തെ ചിത്രമാണ് അദ്ദേഹത്തിന്, എനിക്ക് തോന്നുന്നത് പഞ്ചവടിപ്പാലം. അതിനകത്ത് കാലില്ലാത്ത ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഏത് സ്ഥലത്തും ഈ വീൽ ചെയറിലൂടെ ഏതെങ്കിലും പോയി അവിടെ നിന്ന് കേൾക്കും. അതായത് ത്രില്ലായിരുന്നു. അപ്പൊ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഈ യാത്ര കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഒരു പ്രയോജനം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്തുമാത്രം നടന്ന ആ മനുഷ്യന്റെ ശില്പർ തേഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം, രാഷ്ട്രീയ കക്ഷികൾ ഈ സൈസ് പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണമെന്നാണ് എന്റെ ഒരു അപേക്ഷ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ യാത്രകൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും അതുവഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആശയപ്രചരണം ശക്തമായി നടപ്പാക്കാനുമൊക്കെ ഏറ്റവും നല്ല മാർഗം ഈ പുതിയ കാലത്ത് ഇത്തരം യാത്രകളാണോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ കേരള യാത്ര കൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ജനങ്ങൾ വലഞ്ഞു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, എത്ര പ്രശ്നങ്ങൾ. ഇപ്പോ സംസ്ഥാനത്ത് മുഴുവൻ ട്രാഫിക് ബ്ലോക്കുകളാണ്. അതിന്റെ ഇടയ്ക്ക് ഈ യാത്രയും കൂടെ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നും കൂടെ പൊറുതിമുട്ടും. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. CM വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇതുവരെ എനിക്ക് അതിനൊരു പരിഹാരം ചെയ്ത് തന്നിട്ടില്ല. ഇന്നും ഞാൻ വിളിച്ചു, അന്നേരം പറഞ്ഞു ഉടനെ റെഡിയാകുമെന്ന്. ഇതുപോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് പേര് അപേക്ഷയും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം കേരള യാത്ര നടത്തുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പൊതുജനം കഴുതയല്ല സാർ.
ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ജയ ആണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, UDFും LDFും കേരള യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJPയുടെ യാത്രയും പിന്നാലെ വരും. ഈ തെരഞ്ഞെടുപ്പായാൽ ഇങ്ങനെ ഒരു യാത്ര നടത്തുക എന്നുള്ള രീതി, അത് ഈ പുതിയ കാലത്ത് അത് എത്രത്തോളം പ്രായോഗികമാണ്? അതിൽ അങ്ങനെ ആ ഒരു യാത്ര കൊണ്ട് വോട്ട് പിടിക്കാം എന്ന് കരുതുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ട്? നമസ്കാരം മനു. നമസ്കാരം, കിരണാണ്. ഓ സോറി കിരൺ, രണ്ടുപേരും തമ്മിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ആണ്. സോറി. നമസ്കാരം കിരൺ. പറഞ്ഞു. കിരണേ, ഇപ്പൊ നമ്മൾ യാത്രയൊന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. യാത്രയൊക്കെ പണ്ടായിരുന്നു, ഒരു 10 വർഷത്തിന് മുമ്പെയൊക്കെ നമുക്ക് യാത്ര നടത്തിയൊക്കെ വോട്ട് പിടിക്കായിരുന്നു. ഇപ്പൊ യാത്ര നടത്തേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാരുടെ ഒക്കെ മനസ്സിലുണ്ട് എന്താ നല്ലത് എന്താ ചീത്ത. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ സഹോദരിക്ക് ഒരു വീട് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിനായിട്ട് ഹസ്ബൻഡാണ് പോകുന്നത്. അപ്പം 350 രൂപയുള്ള ചാർജിനൊക്കെ ഇപ്പം എത്ര 14,000 രൂപയാക്കിയിരിക്കുന്നു. അപ്പൊ എത്ര വ്യത്യാസം വരുന്നുണ്ട്. തന്നെയല്ല, ഞങ്ങളൊരു നേർച്ച നടത്തുന്നുണ്ട് ഒരു അമ്പലത്തില്. കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ 15,000 രൂപ ഈ വർഷം, ഇന്നലെ ആയിരുന്നു അത് നടത്തിയപ്പം കൂടുതലാ. കാരണം സാധനങ്ങളുടെ വില കൂടിയത് കൊണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ നമുക്ക് തന്നെ മനസ്സിലാക്കിക്കൂടെ കിരണേ ആർക്കാ ചെയ്യേണ്ടുന്നതെന്ന്. അതുകൊണ്ട് യാത്ര കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. UDF അധികാരത്തിൽ വന്നാൽ ഈ വിലക്കയറ്റം ഒക്കെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. അതുകൊണ്ട് അവരവരുടെ മനസ്സിൽ കാണും ആർക്ക് കൊടുക്കണം. നടത്തിക്കോട്ടെ, നടത്തുന്നോണ്ട് പ്രയോജനം ഇല്ല കിരണേ. നമ്മുടെ ഇപ്പൊ എന്റെ മനസ്സിൽ കാണോ ഇത്രയും വില കൂടുതലോ, നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് എന്റെ മനസ്സിലുണ്ടല്ലോ. അതുപോലെ ഓരോ വീട്ടമ്മമാരുടെ മനസ്സിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് യാത്രയൊന്നും നടത്തേണ്ട കാര്യമില്ല. അവരവർ ചെയ്യേണ്ടുന്ന വോട്ട് അവരവർ തന്നെ ചെയ്യും. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന് വിളിക്കുന്നത്. ഫാദർ, ഈ പുതിയ കാലത്ത് ഇങ്ങനെ യാത്ര നടത്തി വേണോ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആശയപ്രചരണം നടത്താൻ? ഗുഡ് ഈവനിങ്. യാത്ര നമ്മള് അതിന്റെ വീക്ക്നെസ് നമ്മൾ പറഞ്ഞാലില്ലെങ്കിൽ അവർ നടത്തും. കാരണം അവരെ തീരുമാനിച്ചു കഴിഞ്ഞതാ. ശരി, പറഞ്ഞോളൂ. അവര് തീരുമാനിച്ച് അവര് നടത്തും. മനസ്സിലായ? അത് എങ്ങനെയായാലും ധനവാന്മാരെയും സാധാരണക്കാരെയും ഒക്കെ കഴിഞ്ഞിട്ട് അവര് നടത്തും. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ ഇല്ല എന്ന് ജനം തീരുമാനിക്കും. ഒന്ന്. രണ്ടാമത്, ഓരോ പാർട്ടിക്കും, ഇപ്പൊ LDF ആയാലും UDF ആയാലും BJP ആയാലും ഓരോ പാർട്ടി വീഴ്ചകളുണ്ട്. അവര് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെടുന്നത് എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. വിലക്കയറ്റമുണ്ട്, റോഡിന്റെ യാത്രാ പ്രശ്നമുണ്ട്, എഡ്യൂക്കേഷനിലെ പ്രയാസങ്ങളുണ്ട്, പല പല രംഗങ്ങളിലെ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ ഓരോ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് വ്യക്തമാക്കണം. മനസ്സിലായ? ഓരോ പാർട്ടി അവരുടെ പ്രവർത്തനത്തിൽ വന്നു വരുന്ന കുറവുകളെ കാണണം. അതേ സമയത്ത് തന്നെ ഇനി എന്താ അവർ ചെയ്യാൻ തക്കണം ആഗ്രഹിക്കുന്നത് ഇന്നെന്ന രീതിയിലൊക്കെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനതയെ സംരക്ഷിക്കാൻ തക്കവണ്ണം കഴിയും, അവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വിലയിരുത്താൻ, അത് പ്രഖ്യാപിക്കാൻ തക്കവണ്ണം അവർക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ഈ യാത്ര കൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ യാത്ര ഒരു പ്രഹസനമായി തീരും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഫാദർ സാമുവലാണ് പ്രതികരിച്ചത്. KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്ത് ഇങ്ങനെ യാത്ര നടത്തിയത് കൊണ്ട്, യാത്ര ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെയാണ്, അതിന് യാതൊരു സംശയവുമില്ല, ജനങ്ങളുടെ കൂടുതൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇത്ര വൻ ആർഭാടത്തോടു കൂടിയുള്ള വമ്പൻ യാത്രകളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത് കൊണ്ട് അവർക്ക് വോട്ടുറപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ടോ? ഇല്ല 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 ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഫണ്ട് സ്വരൂപിക്കാനുള്ള ഓരോ മാർഗവും വന്ന് പിന്നെ യാത്രയ്ക്കിടയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഇതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. അത് മാത്രവുമല്ല, പിന്നെ ഈ ആ സമയം കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ യാത്ര നടത്തുന്ന സമയം കൊണ്ട് രാമനാമം ജപിക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുറമേ വിശ്വാസം ഇല്ലെന്നൊക്കെ പല പാർട്ടിക്കാരും അവരുടെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പുറമെ പറയുന്നെങ്കിലും പണ്ട് ഈ തലശ്ശേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കാടാമ്പുഴ പൂമൂടലൊക്കെ നടത്തില്ലേ, അതേപോലെ എന്തെങ്കിലും നേർച്ചയൊക്കെ നടത്തിയിട്ട് നിന്നാൽ മതി. കാര്യം ജനങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന്. അല്ലാതെ വെറുതെ യാത്രയൊക്കെ നടത്തിയിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ല 1300 കിലോമീറ്റർ ഒരാൾ നടന്നു 19 സീറ്റുള്ളത് 5 കിട്ടി. ഇതേപോലെ വെറുതെ ഈ പഴയ ജനങ്ങളൊന്നുമില്ല, ജനങ്ങൾ എല്ലാ കാര്യത്തിനെ കുറിച്ചും 100% ബോധവാന്മാരാണ്. ഒരു കാര്യം ഞാൻ പറയാം, ആര് യാത്ര നടത്തിയാലും നടത്തിയില്ലെങ്കിലും ശരി തന്നെ 75-നും 80-നും ഇടയ്ക്ക് സീറ്റിൽ വീണ്ടും LDF അധികാരത്തിൽ വരും.
100 കിട്ടത്തില്ല, 199 കിട്ടത്തില്ല, അത്രയും കിട്ടത്തില്ല. BJPക്ക് ഏറ്റവും കുറഞ്ഞ 5 സീറ്റ് BJPക്ക് BJPക്ക് 5 സീറ്റ് കിട്ടും എന്ന് താങ്കൾ LDF കാരനായ താങ്കൾ പറയുന്നുണ്ടല്ലേ? ആ 5-നും 10-നും ഇടയ്ക്കായിരിക്കും BJPക്ക് കിട്ടാൻ പോകുന്നത്. 5 കുറയത്തില്ല. 5-നും 10-നും ഇടയ്ക്ക് സീറ്റ് BJPക്ക് കിട്ടും എന്നാണ് പറയുന്നത്. കിട്ടും, പക്ഷെ 5 കുറയത്തില്ല. 5-ൽ ഒരു കാരണവശാലും കുറയത്തില്ല. എവിടെയായിരിക്കും ഈ 5 സീറ്റ് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും LDFന്റെ സീറ്റുകളൊക്കെ BJP പിടിച്ചെടുക്കുമോ? ആ 5 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 2 സീറ്റ് തിരുവനന്തപുരത്ത് തന്നെ പിടിക്കും. ബാക്കി ഒരു 3 സ്ഥലത്തായിട്ട് എല്ലാം കൂടെ ഏറ്റവും കുറഞ്ഞ. അപ്പൊ തിരുവനന്തപുരത്ത് LDFന്റെ സീറ്റായിരിക്കും പിടിക്കുന്നത്. അല്ല, ആരുടെ സീറ്റ് പിടിച്ചാൽ അല്ലെ LDFന് ഇപ്പൊ തന്നെ 24 കുറയുമല്ലോ. 99-ൽ നിന്ന് 75 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കുറയുമല്ലോ. 75 സീറ്റ് കിട്ടും. നേരത്തെ പോലെ 99-100 ഒന്നും കിട്ടില്ല. 75 സീറ്റ് കിട്ടിയിട്ട് വീണ്ടും അധികാരത്തിൽ വരും. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ട്. സുധീറാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുധീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയ കാലത്ത് ഒരു ഫലപ്രദമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള മാർഗമാണോ ഈ കേരള യാത്ര? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു കേരള യാത്ര മസ്റ്റാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. ശ്രീ സുധീർ പറഞ്ഞോളൂ. ശ്രീമതി ഗിരിജയാണ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഗിരിജ, താങ്കൾക്ക് എന്താണ് ഇത്തരം യാത്രകൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്? അതൊരു പോസിറ്റീവ് സിഗ്നലാണോ അതോ അതൊരു അർത്ഥമില്ലാത്ത കാര്യമാണോ? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഈ യാത്ര കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് പാവപ്പെട്ട ജനങ്ങളുടെ അല്ലെങ്കിൽ മൊത്തത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ വോട്ടിന് അവർക്ക് വോട്ട് കിട്ടാനൊക്കെ ഉള്ള കൂടുതൽ സാഹചര്യം. ഇതിപ്പോ കുറച്ച് പാവപ്പെട്ട ആളുകളുടെ കടയിലൊക്കെ കയറി ചെന്ന് അല്ലെങ്കിൽ കുറെ മുതലാളിമാരുടെയൊക്കെ കുത്തിന് പിടിച്ച് കുറെ പണം മേടിച്ച് കുറെ ആളുകൾക്ക് തിന്നാം, അത്രേ ഉള്ളൂ. പിന്നെ ആൾക്കാരുടെ കണ്ണിപ്പൊടിയിടാം, പിന്നെ ആളുകൾക്ക് മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ കുറെ സമൂഹത്തിന് കൊള്ളില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാന്നല്ലാണ്ട് ഈ നടപ്പും കൊണ്ട് ഇവർക്ക് യാതൊരു ഗുണം ഉണ്ടാവാൻ പോണില്ല. ഇവിടെ ചെയ്തിട്ടുള്ള ഓരോരുത്തരും ഭരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. ഇന്ന് 1 കിലോ വെളിച്ചെണ്ണ നമുക്ക് മേടിക്കാൻ പറ്റുമോ? ഇന്ന് സ്വർണ്ണം ഒരു പാവപ്പെട്ടവന് 1 പവന്റെ ഒരു താലി മേടിച്ച് ഒരു ചെറുകന് കെട്ടാൻ പോകാൻ പറ്റുമോ? അതുപോലെ എല്ലാ സാധനങ്ങളും എടുത്തു നോക്കിക്കോ. ഇവിടെ വില കാരണം ജീവിക്കാൻ പറ്റില്ല. സംസ്ഥാന സർക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ശ്രീ. എന്തായാലും ഞാൻ പറയട്ടെ, ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ നോക്കിയില്ല. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തും. ഇതെല്ലാം വിലയിരുത്തിയിട്ട് ഇപ്പൊ എന്തായാലും ഒരു സർക്കാർ ഇപ്പൊ 2 പ്രാവശ്യം വിജയിച്ചു, 2 ടേമിൽ അവര് ഭരണം നടത്തിയല്ലോ. അപ്പൊ അതില് വന്നേക്കണ അപാകതകള്, ജനങ്ങൾക്കുണ്ടായ ദോഷങ്ങള്, മറ്റ് അമ്പലങ്ങളിൽ ചെയ്തേക്കണം, ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തില്ലേ? വിലയിരുത്തി കഴിയുമ്പോൾ അടുത്ത ഇലക്ഷന് അത് ജനങ്ങൾ തന്നെ അതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കും. അല്ലാണ്ട് ഈ നടപ്പുകൊണ്ട് വെറുതെ കാലും ചെരുപ്പും തേയാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗുണമില്ല. ഗിരിജാണ് പ്രതികരിച്ചത്. ശ്രീ ബാബുവാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബാബു, LDFന്റെയും UDFന്റെയും യാത്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP യാത്രയും ഉടൻ തന്നെ ഉണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പായാൽ ഇങ്ങനെ ഒരു യാത്ര മസ്റ്റാണെന്നൊരു അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. എങ്ങനെയാണ് യാത്രയെ നമുക്ക് പോസിറ്റീവായി യാത്രയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ എന്തായാലും 100 സീറ്റിൽ വീണ്ടും LDF കയറും. കാരണം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള സാധാരണക്കാർ ജീവിക്കുന്ന നാടാണ് കേരളം. എന്തെല്ലാം ചെയ്തിട്ട് ഇനിയിപ്പോ ആര് വരെ കൂടി ഇപ്പൊ ആ സ്ത്രീ പറയുന്നതായിട്ട് സ്വർണത്തിന് കേരള സർക്കാരാണോ സ്വർണത്തിന് വരെ കൂട്ടുന്നത്? മറ്റ് അവശ്യ സാധനങ്ങളുടെയൊക്കെ വിലയിൽ കേരള സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ക്രിസ്മസ് ആയപ്പോ കുറച്ചു കൊടുത്തിട്ടുണ്ട്, ഓണത്തിന് കുറച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞെടുത്ത് വില അവശ്യ സാധനങ്ങൾക്കെല്ലാം ഒരുപാട് കൂടിയിട്ടില്ലേ? 5 വർഷം മുമ്പ് ശ്രീബാബുവിന് 1000 രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ ഇപ്പോൾ 1000 രൂപ കൊണ്ട് വാങ്ങാൻ കഴിയുമോ? ഇല്ല, അതിനൊക്കെ ഒരു പെൻഷൻ കൂട്ടി കൊടുത്തില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് 1000 രൂപ ഒരു 400 രൂപ പെൻഷൻ കൂടിയത് കൊണ്ട് ഒരാളുടെ ഒരു മാസത്തെ ചെലവിൽ 400 രൂപയുടെ വർധന ഉണ്ടായിട്ടുള്ളൂ. എന്റെ സാറേ, ഈ പെൻഷൻ മേടിക്കുന്ന എല്ലാവരും ഒരു തൊഴിലും ഇല്ലാത്തവരൊന്നുമല്ല. 60 വയസ്സ് എന്നവർക്ക് പെൻഷൻ ഉണ്ട്. എനിക്കുണ്ട്. എല്ലാവരും സുഭിക്ഷമായി കഴിയുകയാണെന്നാണല്ലേ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും 600 രൂപ ജോലി കേട്ടാ വീട്ടിൽ വന്ന എനിക്ക് 2000 രൂപ പെൻഷൻ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ കൂടെ തരുന്നുണ്ട്. എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഈ പ്രാവശ്യം 100 സീറ്റിലും ജയിച്ചേ വീണ്ടും LDF ഭരണത്തിൽ വരുമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ. ബാബുവിന്റെ പ്രതീക്ഷ അങ്ങനെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ലാലുവാണ് കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ലാലു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്തരം യാത്രകൾ പുതിയ കാലത്ത് അനിവാര്യമാണോ? ഇത്തരം യാത്രകൾ നടത്തുകൊണ്ട് എനിക്ക് തോന്നുന്നൊരു ഗുണം എന്നാണെന്നറിയോ? ഇവരുടെ കള്ളത്തരങ്ങളില്ലേ, ഈ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ കാണിക്കുന്ന കള്ളത്തരങ്ങളൊന്നും മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പൊറോട്ട നാടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരുമാതിരിപ്പെട്ട ഒരു 90% ആൾക്കാർ ഏകദേശം മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാക്കി ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്നും
അതിൽ 10% ആൾക്കാർ ചിലപ്പോൾ സ്വാധീനിക്കാൻ പറ്റിയേക്കും. അല്ലാതുള്ള ആൾക്കാരൊക്കെ ഏകദേശം കറക്റ്റ് തീരുമാനിച്ചു വെച്ചതായിരിക്കാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ തന്നെ കണക്കൂട്ടിയായിരിക്കും വെച്ചത്. ഞാനിപ്പോ BJP-ക്കാരാ. എന്റെ മനസ്സിൽ കാണും BJP-ക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഈ നാട്ടുപക്കത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാവുന്നവരാ. അതൊക്കെ ഏകദേശം ഏത് പാർട്ടിക്കാരാണെന്നും ആർക്കാ വോട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് നേരത്തെ തൊട്ടറിയാം. പിന്നെ ഒരു പരിധി കൂടുതൽ എനിക്ക് തോന്നുന്നില്ല സ്വാധീനിക്കാൻ പറ്റുമെന്ന്. പിന്നെ വേറെ കുറെ ഇപ്പം ക്ഷേത്രത്തിന്റെ ആണെങ്കിലും മറ്റേ ശബരിമല കൊള്ളയുടെ ആണെങ്കിലും അല്ലാതുള്ള വില ഇതിന്റെയൊക്കെ ഒരു മറച്ചു വെക്കാനുള്ള ഒരു ഇത് ഓടിച്ചാണെന്ന് എല്ലാവരെയും ഒന്ന് എന്നെ അറിയിക്കുക എന്നുള്ള ഇതേ കാണിക്കുന്നുള്ളൂ. ഞങ്ങൾ ഇപ്പോഴും ഇതിലുണ്ട്, കളത്തിൽ തന്നെ ഞങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഗോപകുമാറാണ് വിളിക്കുന്നത്. ഗോപകുമാർ, പാലക്കാട് നിന്നാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. ലേശം വെള്ളം കുടിക്കാൻ നിന്നു അതിന്റെ ഇടയിൽ. നമസ്കാരം, പറഞ്ഞു. എന്തായാലും ഈ യാത്രയും കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല. ആ യാത്ര ചെയ്യാൻ ചെലവാക്കുന്ന പൈസ പിന്നെ ഇപ്പൊ എങ്ങനെ വെച്ചാൽ LDF ഒരു കേരള യാത്ര നടക്കി കോടികളുടെ ബസ്സിൽ ലിഫ്റ്റ് കോടികളുടെ ബസ്സൊക്കെ ചെലവാക്കി ഇടതുപക്ഷം യാത്ര നടത്തി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതേമാതിരി തന്നെ ഏത് മുന്നണിയാണ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഞാൻ BJP-ക്കാരനാണ്. പക്ഷെ BJP-യുടെ പാർട്ടി NDA കേരള യാത്ര നടക്കാൻ എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ പൈസ കൊണ്ട് താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ കഴിഞ്ഞാൽ ആ നല്ല കാര്യങ്ങൾക്കുള്ള വോട്ടെങ്കിലും നമ്മൾ പെട്ടിയിൽ വീഴും. അല്ലാണ്ട് കേരള യാത്ര നടത്തിക്കൊണ്ട് ഇത് കണ്ടിട്ട് ആൾക്കാർ കുറെ വോട്ട് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നുള്ള ധാരണ എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. ഞാൻ BJP-ക്കാരനാണ് വേണ്ട അതിൽ പിടിക്കല്ലേ കിരണേ. ശരി ഗോപകുമാർ. അതിൽ എന്താ എങ്ങനെ നോക്കിയാലും എങ്ങനെ കഴിഞ്ഞാൽ ലാസ്റ്റ് കിരൺ അമ്പഴങ്ങി ഇന്നലെ പറഞ്ഞ മാതിരി സംസാരിച്ച് പോകും. അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതൊക്കെ പറഞ്ഞത് താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അതിൽ കയറി പിടിച്ചായിരുന്നു. കിരൺ ഇന്നലെ അതിൽ കയറി പിടിച്ചായിരുന്നു. ചോദിക്കണ്ടേ ആരാണ് അമ്പഴങ്ങിയാന്നുള്ള രീതിയില് ചോദിച്ചു. എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കുഴങ്ങിപ്പോയി. കിരൺ ആ ചോദ്യം ഞാൻ പ്രതീക്ഷിക്കാത്തായിരുന്നു. ശരി ഗോപകുമാർ, കുഴപ്പമില്ല, നമുക്ക് ഇനിയും സംസാരിക്കാം. ശ്രീ ഷൈജു ആണ് ദോഹയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷൈജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇത്തരം യാത്രകൾ പുതിയ കാലത്ത്? മുൻകാലങ്ങളിലൊക്കെ ഇത്തരം യാത്രകൾ അനിവാര്യമായിരുന്നു ജനങ്ങളിലേക്ക് അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി. പക്ഷേ ഈ പുതിയ കാലത്ത് ഇത്തരം യാത്രകൾ തന്നെയാണോ അതോ ബദൽ മാർഗങ്ങളുണ്ടോ അതോ യാത്രകൾ തന്നെയാണോ പ്രധാനം? താങ്കൾക്ക് അഭിപ്രായം പറയാം. നമസ്കാരം. നമസ്കാരം. ശരിക്കും എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ യാത്ര ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു സംഭവമല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്ര കൊണ്ട് ജനങ്ങൾ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ആ സമയങ്ങളിൽ ആ ഭാഗത്ത് നടക്കുന്ന ട്രാഫിക്കുകളായാലും ആ ജനങ്ങൾക്ക് ശ്രീ ഷൈജു, കേരളത്തിലെ ഉത്സവങ്ങൾ കൊണ്ട് എത്രയോ ജനങ്ങൾ മെയിൻ റോഡിലൊക്കെ കടന്നു പോകുന്ന അവസ്ഥ എത്രയോ സമയത്തുണ്ടാവുന്നു. അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ 5 കൊല്ലത്തിൽ ഒരിക്കലല്ലേ യാത്ര? ഉത്സവങ്ങളൊക്കെ എല്ലാ കൊല്ലവും കേരളത്തിൽ എത്ര സ്ഥലത്താണ്? കേരളത്തിൽ മുക്കിന് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന യാത്രകൾ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര യാത്രകൾ ഞങ്ങൾ കണ്ടു. ഇതിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് കാര്യം? എത്ര ചെലവ് ഇതിന് വരുന്നുണ്ട്? എത്ര ലക്ഷങ്ങൾ ചെലവാക്കുന്നുണ്ട്? അതൊക്കെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ പോരെ. അല്ലാണ്ട് ഇങ്ങനെ യാത്ര നടത്തിയതിനെ കൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? ഇത്രയും ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രയും ഈ ഉന്നതി നിൽക്കുന്ന സമയത്ത് ഈ ഒരു യാത്രയെ കൊണ്ട് ഒരു കാര്യം ഉണ്ടാകാമെന്ന് എന്റെ വിശ്വാസം. ശരി, ഓക്കെ. ശ്രീമതി ഷീബയാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഷീബ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ സാറേ, ഈ ജാഥ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിവും ബോധവും ഒക്കെ ഉള്ളവരാ ഈ ജാഥ നടത്തിയിട്ട് എന്തോ നേടാനാ? പിന്നെ ഒരു സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ നോക്കാമെങ്കിൽ ഈ നിലവിലെ ഗവൺമെന്റിന് എന്തെങ്കിലുമൊക്കെ കിട്ടും. കാര്യം എത്രയോ കുഞ്ഞുങ്ങളെ തെരുവ് പറ്റി കടിച്ചു കീറി ഇത്രയും നാൾ ഇപ്പം 10 വർഷം ആവാൻ പോകുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഈ ജാഥ നടത്തിയിട്ട് എന്തോ നേടാനാ സാറേ? സാറേ, നിങ്ങളുടെ ചാനലെങ്കിലും ഈ മന്ത്രിമാരെ ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്ത്. ഈ തെരുവ് പട്ടികളുടെ ഇത് കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ സാറേ. സ്കൂളിൽ വിടാൻ പറ്റുന്നുണ്ടോ? ഇതിനെങ്കിലും ഒരു പരിഹാരം കണ്ടാൽ കുറച്ച് വോട്ടും കൂടെ കിട്ടും. അല്ലാതെ ഇത് നടത്തിയിട്ട് യാതൊരു ഗുണവുമില്ല. ശരി, ശ്രീമതി ഷീബയാണ് അഭിപ്രായം പറഞ്ഞത്. മറ്റു പക്ഷേ ജോയി ആണ് കോഴിക്കോട് നിന്ന്. ജോയി, താങ്കൾക്ക് എന്താണ് അഭിപ്രായം? ഈ ജാഥകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പുതിയ കാലത്തും അനിവാര്യമായ ഒരു ഭാഗമാണോ അതോ അതിന് പുതിയ രൂപങ്ങളൊക്കെ കണ്ടെത്തേണ്ടത് ഉണ്ടോ? ഇല്ല സാറേ, ഞാൻ ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ള ആളാവുന്നത് ഒരു തെറ്റല്ല ശ്രീ ജോയി. അതെ, എനിക്ക് പറയാനുള്ളതേ. ഹലോ, പറഞ്ഞോളൂ.
എനിക്ക് പറയാനുള്ള വെച്ചാല് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ശരി. ഹലോ ഹലോ ശ്രീ ജോയി പറഞ്ഞോളൂ, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. എനിക്കാണെങ്കിൽ 21 മാസത്തെ പെൻഷൻ കിട്ടാണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അത് പറയുന്നില്ല, അതിനെപ്പറ്റി വിമർശിക്കുന്നില്ല. ഞാൻ ഈ ചാനലിൽ ചർച്ചയൊക്കെ കാണുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം, ഇവർ യാത്ര നടത്തിയിട്ട് എന്താ കാര്യം? CPM ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും യാത്ര നടത്തിയിട്ട് എന്താ കാര്യം? ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവര് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും അന്വേഷിക്കുന്നില്ല സാർ. ശരി, ശ്രീ ജോയിയാണ്. ജോയി പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ശ്രീ നാരായണ മേനോനാണ് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ നാരായണ മേനോൻ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്? സാർ, എനിക്ക് കേട്ടപ്പോൾ പരിഹാസമായിട്ടാണ് തോന്നുന്നത് ഈ യാത്ര കൊണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം, ജനങ്ങളെ ഒരു 20% ജനങ്ങളും നിഷ്പക്ഷ പാർട്ടികളുണ്ട്. അവരാണ് ഇത് വിധി നിർണ്ണയിക്കുക. 5 കൊല്ലാണോ 10 കൊല്ലോ 3 കൊല്ലോ, അത് എന്ത് കിറ്റ് കൊടുക്കുകയാണെങ്കിലും പെൻഷൻ കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. ജനങ്ങള് കേരളത്തിൽ പ്രത്യേക ജനങ്ങൾ നല്ല ബുദ്ധിമാന്മാരാണ്. ഈ വണ്ടി യാത്ര ചെയ്ത് കുറച്ച് ബസ്സുമായിട്ട് യാത്ര ചെയ്ത് വരും, എത്ര ലക്ഷങ്ങളൊക്കെ ചെലവാക്കിയെന്നറിയാം. അത് വല്ല ഉരുൾപൊട്ടലുള്ള ആൾക്കാർക്ക് വല്ല വീട് വെച്ച് കൊടുക്കുക, പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേ. ഇപ്പൊ അത് കൃഷിക്കാർക്ക് ഇവിടെ പന്നി ശല്യം, പേപ്പറ്റ് ശല്യം, ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ ഓരോ യാത്രക്കൊന്ന് വടക്കോട്ടും പടിഞ്ഞാട്ടും യാത്ര നടത്തിക്കൊണ്ടൊന്നും ആ കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ ഏതോ കാലത്തല്ല. ഇപ്പൊ പരിപാടിയും ചായയും കുടിച്ചോണ്ടും പാർട്ടി വലുതാവും തോന്നില്ല. ജനങ്ങൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു, എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല പാർട്ടി പ്രവർത്തകരായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴുള്ള നിഷ്പക്ഷ ആൾക്കാരുണ്ട്, ഒരു 20% ആൾക്കാർ നിഷ്പക്ഷ ആൾക്കാരുണ്ട്. അവര് ഏത് പാർട്ടിക്കാ ശരിയാന്ന് ജനങ്ങൾ അവരാ തീരുമാനിക്കുന്നത്, ആരാ ഭരിക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, ഉള്ളി പോളറൈസേഷൻ വിൽ വർക്ക് ഔട്ട് ഫോർ BJP ആൻഡ് സെക്കുലറിസം ഫോർ UDF ആൻഡ് LDF എന്ന് പറയുന്നു. ഹേ കിരൺ നമസ്കാരമെന്ന് അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു. അതോടൊപ്പം തന്നെ സദാനന്ദൻ പറയുന്നു, ദയവായി ആരും മാർഗ്ഗതടസ്സം ഉണ്ടാക്കരുത്, രക്ഷാപ്രവർത്തനം കഴിവതും ഒഴിവാക്കുക എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ ആ യാത്രയുമായി ബന്ധപ്പെടുത്തിയാണെന്ന് തോന്നുന്നു. യാത്രയുടെ ആവശ്യമുണ്ടോ? 732 രൂപയ്ക്ക് രാഷ്ട്രീയക്കാർക്ക് മുറികൾ കിട്ടുന്നുണ്ടല്ലോ എന്ന് പ്രമോദ് എന്നാണ് പറയുന്നത്. ശ്രീ പ്രമോദ് ആണോ? അതൊരു തെറ്റായ പ്രസ്താവനയാണ് താങ്കളുടേത്. ഒന്നുകിൽ താങ്കൾ ബോധപൂർവം അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ്. നഗരസഭയാണ് തീരുമാനിക്കുന്നത് MLAക്ക് മുറിക്ക് എത്ര കൊടുക്കണം, അല്ല രാഷ്ട്രീയക്കാരൻ സ്വന്തമായി പ്രശാന്തിൻ്റെ വീടിനോ അല്ലെങ്കിൽ പ്രശാന്തിന് കട നടത്താനോ നൽകുന്ന മുറിയല്ല അത്. അങ്ങനെ പ്രത്യേകിച്ച് വാടക എന്തെങ്കിലും എഴുതിയെടുത്തിട്ട് വാടക കുറച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് നഗരസഭയുടെ കെട്ടിടങ്ങൾ നഗരസഭ ജനപ്രതിനിധികൾക്ക് നൽകുന്നതാണ്. അതിന് 832 രൂപ തന്നെ വാടക വാങ്ങിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ യാത്രയുടെ റീൽസ് ഇടാൻ വേണ്ടിയാവും യാത്ര നടത്തുന്നതെന്ന് അക്യുറസ് പറയുന്നു. എന്തായാലും അത് കൊള്ളാം. ബാക്കി ഷാജി ഭാസ്കരൻ പറയുന്നു, UDF കാലത്ത് എല്ലാത്തിനും ദിവസേന വില കുറയുകയായിരുന്നു എന്ന് പറയുന്നു. ഷാജി ഭാസ്കരൻ എനിക്ക് തോന്നുന്നു UDF വന്നാൽ വില കുറയുമെന്ന് പറഞ്ഞതിന് ഉള്ള മറുപടിയായിട്ട് പറഞ്ഞാണെന്ന് തോന്നുന്നു. സ്റ്റിൽ റിമെമ്പർ പ്രേം നസീർ ഡിഡ് കേരള യാത്ര ഫോർ UDF ഇൻ 1987 ഇലക്ഷൻ എന്ന് പറയുന്നു. അത് ഷിജു കിരിയത്താണ്. 87 ഇലക്ഷനിൽ പ്രേം നസീർ UDFന് വേണ്ടി യാത്ര നടത്തിയതിനെ കുറിച്ചാണെന്ന് പറയുന്നത്. തലശ്ശേരി ബാലകൃഷ്ണൻ എന്ന പേരിൽ ഒരാൾ പൂജ നടത്തിയെന്നതിൽ പരോക്ഷമായി കോടിയേരിയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അത് വേറെ ആളാണ്, അദ്ദേഹത്തെ എനിക്കറിയാം. ചിറക്കര സ്കൂളിലെ അധ്യാപകനായിരുന്നു എന്ന് അജിത് കുമാർ മാറോളി ചൂണ്ടിക്കാണിക്കുന്നു. മറ്റേ സബീന സുൽഫി പറയുന്നു, ഇറ്റ്സ് സിംപ്ലി ആൻ എക്സ്കർഷൻ ഫോർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നു. അതത്ര ഒരു എക്സ്കർഷൻ ഒന്നുമല്ല സബീന. അവരെ സംബന്ധിച്ചിടത്തോളം, യാത്രയിൽ പങ്കെടുക്കുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. 2 ആൺമക്കളാണ്. എന്തായാലും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. യാത്രയിലുടനീളം മാധ്യമ ശ്രദ്ധ കിട്ടും, അത് യാത്രയുടെ ഒരു ഗുണമാണ്. അജിത് കുമാർ മാറോളിയാണ് പറഞ്ഞത്. അത് ശരിയാണ്, യാത്രയിൽ കൂടുതൽ മാധ്യമ ശ്രദ്ധ വരും, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അത്ര ഒരു പോസിറ്റീവ് വശവും കൂടി അതിനിടയിലുണ്ട്. യാത്ര കൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് പറയരുത്, പാർട്ടികൾക്ക് ഫണ്ട് വളരുമല്ലോ എന്ന് മോഹൻ പറയുന്നു. അമോസിനോക്സോ, യാത്ര നടത്തിയാൽ ഉള്ള വോട്ടും കൂടി പോകും, ജനങ്ങൾക്ക് ശല്യമായിരിക്കും യാത്ര. ഉരുൾപൊട്ടൽ സ്ഥലത്ത് വീട് വെക്കുന്നത് നാരായണൻ നായർ അറിഞ്ഞില്ലേ എന്ന് ഷാജി ഭാസ്കരൻ ചോദിക്കും. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനപ്പെട്ട മുന്നണികളൊക്കെ കേരള യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പഴയ കാലത്ത് അതൊരു അനിവാര്യമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. പുതിയ കാലത്തും അത് അങ്ങനെയാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയൻ, ഇത്തരം കേരള യാത്രകൾ കൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന, രാഷ്ട്രീയ പ്രചരണം നടത്തി കേരളത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? നമസ്തേ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല സാറേ. ഇത് ഇപ്പൊ സാറേ ഇതിനകത്ത് നിങ്ങളുടെ ചാനലിൽ തന്നെ ഒരുപാട് മന്ത്രിമാർ, ഇപ്പൊ നിലവിൽ ഉള്ള മന്ത്രിമാര് ഒരുപാട് പേരെ കാണിച്ചു. ഇവരെയൊക്കെ കണ്ടാൽ തന്നെ വോട്ട് ചെയ്യില്ല സാറേ. ഇത് പറയുന്നത് ഒന്നും തോന്നരുത്, പറയാതിരിക്കാതെ നിവർത്തിയില്ല. ആ വനം മന്ത്രി ഇവരൊക്കെ ഈ എന്ത് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്? ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. പിന്നെ വിലക്കയറ്റമായാലും കെട്ടിടത്തിന്റെ ഈ ഒരു ബിൽഡിംഗ് വെക്കണമെങ്കിൽ ഒരു സ്ത്രീ പറയുന്നത് കേട്ടായിരുന്നു. അതായത് ഒരു 550 രൂപ കൊടുക്കുന്നിടത്ത് 11,000 ചില്ലുവാൻ രൂപ കൊടുക്കണം ഒരു പെർമിഷന്. അതുപോലെ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു 20 കൊല്ലമായി പോയ അതുകൊണ്ട് ജീവിക്കുന്ന വണ്ടിയാണെങ്കിൽ 20,000 19,000 ചില്ലുവാൻ കൊടുക്കണം. അയാൾ തിരിച്ചു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ തവണ 1,500 രൂപയ്ക്കാ ഇത് ചെയ്തത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആര് വോട്ട് ചെയ്യുന്ന ഇവർക്ക്? വോട്ട് അഥവാ വോട്ട് ചെയ്ത് കുറച്ച് സീറ്റ് കിട്ടിയാലും BJPയും കൂടെ വിചാരിക്കുന്ന കണക്കേ കാര്യങ്ങൾ പോകത്തുള്ളൂ സാറേ. അതെന്താണ് അങ്ങനെ BJPയും കൂടെ വിചാരിക്കുന്ന കണക്കേ കാര്യങ്ങൾ പോകുള്ളൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, അത് അങ്ങനെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സീറ്റ് പിടിക്കുന്നത് നിർണായക ശക്തിയാവും. ഒരു നിർണായക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടെ അതിനകത്തൊരു പങ്ക് വരും എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ കയറുമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടോ? കേരളത്തിൽ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് 0 അതിനു മുമ്പ് തവണ 1. അങ്ങനെ ഒരു പാർട്ടി കേരളത്തിലേക്ക് അധികാരത്തിലേക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അവർ കൂടി ചേർന്നാലേ ഭരിക്കാൻ കഴിയൂ എന്നുള്ളൊരു നിർണായക ശക്തിയാകും എന്നൊക്കെ പറയണമെങ്കിൽ അത് ഇത്തിരി വല്ലാത്ത കടന്ന കൈയായി പോയില്ലേ ശ്രീ വിജയൻ? ഇല്ല, ആളുകൾ മാറി ചിന്തിക്കുന്നവരെ എങ്ങനെ ചിന്തിക്കുന്നറിയോ? അവർക്ക് അവസരം കൊടുത്താലല്ല ഇവരിവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാനൊക്കൂ. നമുക്കൂടെ അവസരം, അവർക്ക് കേന്ദ്രത്തിൽ അവസരം കൊടുത്തിട്ട് ചെയ്യുന്നൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ശ്രീ വിജയൻ? എന്താണ് സാറേ ചെയ്യുന്നത്? എന്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത്? കേരളത്തെ ഞെരുക്കി ഒരു പരുവമാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഏതാ കേന്ദ്രത്തില്? അതൊക്കെ അവിടെ പാർലമെന്റിൽ സംസാരിച്ചപ്പോ അതൊന്നും പറയാനും അന്നേരം സംസാരിക്കാനും ശ്രീ വിജയൻ, എന്തായാലും വിജയന്റെ ആഗ്രഹം അങ്ങനെ കേരളത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയും സാറേ. കേട്ടോ, ഇവിടെ വന്നിരുന്ന ആളുകളെ പറ്റിക്കുക, അതൊക്കെ അത് കാലം കഴിഞ്ഞു സാറേ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കാലം കഴിഞ്ഞതിനനുസരിച്ച് വോട്ട് കിട്ടുന്നില്ലല്ലോ ശ്രീ വിജയൻ. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും മുൻ തവണ കിട്ടിയതിനേക്കാൾ വോട്ടിംഗ് ശതമാനം കുറവാണ്. പാർലമെന്റും അസംബ്ലിയും തദ്ദേശവും മൂന്നാം സാറേ. അത് ശരിയാണ്. കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വോട്ട് ഒരുപാട് കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിയമസഭ വരുമ്പോൾ BJPക്ക് വോട്ട് കുറയും. അത് ഇതുവരെ കാണുന്ന ഒരു രീതിയാണ്. പാർലമെന്റ് വരുമ്പോൾ വോട്ട് ശതമാനം കൂടും. അത് ഇതുവരെ കാണുന്ന രീതി അങ്ങനെയാണ്. ശരി ശ്രീ വിജയൻ, എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പല്ലായിരുന്നോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവെ നമുക്ക് സീറ്റ് കുറവാണ്. കഴിഞ്ഞ 2020 പ്രകടനം മോശമാണ്. ഈ തൊട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രകടനം തീരെ മോശമാണ്. അല്ല, അത് മാറിക്കോളൂ. അത് മാറേണ്ടതല്ലേ. എത്രയിടത്ത് ഭരണമായി ഇപ്പം? അത് ശരിയാണ്. തിരുവനന്തപുരത്ത് ഭരണം കിട്ടിയെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമല്ലേ അത്. ഇപ്പൊ ഇവിടെ കൊല്ലത്ത് ഞങ്ങൾക്ക് 12 സീറ്റ് കിട്ടി. ചെറിയ കാര്യമൊന്നുമല്ല അത്. ഞാനത് ചെറുതായിട്ട് കാണുന്നുമില്ല. ഇല്ല, അതൊരിക്കലും BJP പോലെ പാർട്ടിക്ക് അത്രയും സീറ്റ് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ശരി, ശ്രീ ജയകുമാറാണ്, അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു, യാത്രകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്തരം യാത്രകളിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുക എന്ന പരമ്പരാഗത രീതി ഇനിയും തുടരേണ്ടതുണ്ടോ? അത് നമ്മുടെ കേരളത്തിൽ പണ്ട് തൊട്ടേ നമ്മൾ ശീലിച്ച ഒരു സംഭവം തന്നെയാണിത്. ഇത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഈ അമ്പലങ്ങളിലെ അല്ലെങ്കിൽ പള്ളികളിലെ ആഘോഷങ്ങളും എല്ലാം ഇത് തീർച്ചയായിട്ടും ഈ റോഡിലെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഇന്നത്തെ കാലത്ത് അനിവാര്യമല്ല. കാരണം അത്യാവശ്യമായിട്ട് ഒരാൾ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് ബ്ലോക്ക് ആക്കിയിട്ട് 2-3 മണിക്കൂർ ബ്ലോക്ക് ആക്കി ഇടുക. ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ എന്താ, എയർപോർട്ടിൽ പോകുന്നവര്, റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നവര്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നവര്
ഇവർക്കെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ മാറേണ്ടതാണ്. ഇതുകൊണ്ട് ഒരു രാഷ്ട്രീയത്തിന്റെ ഉന്നമനമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും നാടിന് ആവശ്യമായ കാര്യങ്ങൾ, വികസനങ്ങൾ, ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അല്ലാതെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അരോചകമായിട്ടേ തോന്നുകയുള്ളൂ. ഇതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഗുണം കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ഈ റോഡ് ബ്ലോക്ക് ആക്കുന്ന ഈ സംഭവം. ഇതിലൊക്കെ തീർച്ചയായിട്ടും കാര്യമൊക്കെ പറഞ്ഞാൽ ശ്രീ ജയകുമാർ, ഏറ്റവും കൂടുതൽ റോഡ് ബ്ലോക്ക് ആക്കുന്നത് നമ്മൾ ഈ ഉത്സവങ്ങളുടെ പേരിലല്ലേ? ഏറ്റവും കൂടുതൽ റോഡുകൾ ബ്ലോക്ക് ആകുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളോ അല്ലെങ്കിൽ ഈ എന്റെ ഇൻട്രോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും അമ്പലങ്ങളിലെ പള്ളികളിലെ എല്ലാ ഈ ഉത്സവങ്ങളും എല്ലാം ഇത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. ഇത് ജുഡീഷ്യറി ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അവരാരും ഈ ഉത്സവങ്ങളുടെ കാര്യത്തിൽ അവരാരും ഇടപെടാറില്ല. അങ്ങനെ ഒരു അവിടെ നിയന്ത്രണത്തിന് യാതൊരു വഴിയും അവർ തേടാറില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ കാണിക്കുന്ന ഒരു കാർക്കശ്യമൊന്നും കോടതിയൊന്നും ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളോട് കാണിക്കാനുള്ള ഒരു ധൈര്യമൊന്നും കാണിച്ച് കാണാറില്ല. തീർച്ചയായിട്ടും അതൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ. ഇതെല്ലാം ജനങ്ങൾക്ക് വളരെയധികം ശരി, ഓക്കെ. ശ്രീ രാധാകൃഷ്ണനാണ്, ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഈ രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു യാത്ര അത് മസ്റ്റാണ് കേരളത്തിൽ. മുൻകാലങ്ങളിൽ അത് അനിവാര്യമായിരുന്നാലും. പക്ഷേ ഈ പുതിയ കാലത്ത് അത്തരം പഴയ പോലെയുള്ള അത്തരം യാത്രകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കാമെന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തകനായ നമുക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. കാരണം നിഷ്പക്ഷരായിട്ടുള്ള പൊതുജനങ്ങൾ, ഇപ്പൊ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഇതൊക്കെ പറഞ്ഞിട്ടേയിരിക്കും. ഒരു സാധാരണ പൊതുജനത്തിന് അവൻ സ്വാർത്ഥനാണ്. അവൻ എയർപോർട്ടിൽ പോകണം, അവന്റെ മക്കള്, ഭാര്യ, കുടുംബം. അതിനപ്പുറം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളതാണ്. വോട്ട് ചെയ്യേണ്ടത്, വോട്ട് ചെയ്യണം, വോട്ട് അതിലോട്ട് വരുന്നത്. സാധാരണക്കാരെ പറയട്ടെ, ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. അതായത് അവർ അത് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ രാഷ്ട്രീയമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങള്, വിവിധ മതവിഭാഗ ക്രിസ്ത്യൻ പിന്നെ ഹിന്ദു അമ്പലങ്ങളിൽ ഈ ഘോഷയാത്ര ഉള്ളതുപോലെ ക്രിസ്ത്യൻ അമ്പലങ്ങളിൽ റാസ പോലുള്ള പരിപാടികളുണ്ട്. മുസ്ലിം പള്ളികളിൽ ഇതിന്റെ സംസ്കാരത്തിന്റെ ഭാഗം ഇതൊന്നും കാണുമ്പോൾ നമ്മൾ അസഹിഷ്ണുത തോന്നണ്ട. നമ്മുടെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എന്നും നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതിയോ? സമൂഹത്തിന്റെ സംസ്കാരം. രാധാകൃഷ്ണൻ, അങ്ങനെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അല്ലല്ലോ കേരളത്തിലെ ഉത്സവങ്ങളുടെ പേരിൽ. ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിലെ ഉത്സവങ്ങളുടെ പേരിൽ റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് ഉത്സവങ്ങൾ നടത്തുന്ന രീതി ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? ഈ ചാത്തന്നൂരിലൂടെയൊക്കെ ചില സമയത്ത് നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോലും പോകാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവാറില്ലേ? ചാത്തന്നൂർ പ്രധാനമായിട്ട് 2 ക്ഷേത്രങ്ങളുടെ ഉത്സവമാണ്. ഒരു കാഞ്ഞിരംകുളം ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീഭൂതനാഥ ക്ഷേത്രവും. 2 ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന് ഹൈവേ ബ്ലോക്ക് ആവാറുള്ളൂ. ഇപ്പം 4-6 വരി പാത വന്നതിന് ശേഷം ആ ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പൊ ബാക്കി കുറച്ച് ക്ഷേത്രങ്ങളിൽ ധാരാളം ക്ഷേത്രങ്ങളുള്ള നാളാണ് ചാത്തന്നൂർ. അതുകൊണ്ട് ചാത്തന്നൂർ ഹൈവേയിൽ വലിയ വിഷയങ്ങളൊന്നും. ഞാൻ ചാത്തന്നൂർ എന്ന് പറഞ്ഞൊരു ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട് ഇത്, കേരളം മുഴുവൻ. ഞാൻ അതിലോട്ട് വരാം. ഞാൻ രാഷ്ട്രീയത്തിലോട്ട് പറയട്ടെ. അമ്പലം എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം നമ്മൾ അമ്പലത്തിന്റെ അങ്ങനത്തെ ഒരു അതിലോട്ട് അത് വിട്ട് ആ വിഷയം വിട്ടേരെ. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ റോഡിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അമ്പലമായാലും പള്ളിയായാലും അവരെല്ലാവരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു വിഭാഗത്തെ മാത്രമായി നമ്മൾ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്ന് പറഞ്ഞത്. അല്ല, രാഷ്ട്രീയ പാർട്ടികൾ ജാഥ നടത്തുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ ജാഥ നടത്തുന്നത് ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാനല്ല. ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ താങ്കൾക്ക് അറിയാമല്ലോ, സോഷ്യൽ മീഡിയകൾ, അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ, ഇതെല്ലാം വളരെ സജ്ജമാണ്. ജനങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളല്ലെങ്കിലും ഇത്തരത്തിലുള്ള ജാഥകളിൽ അങ്ങനെ പങ്കെടുക്കാറില്ലല്ലോ. ഇത് പങ്കെടുക്കുന്ന കൂടുതലും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിൽ ആഭിമുഖ്യമുള്ളവരുമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് ഇനിയിപ്പോ തന്നെ ഒരുപക്ഷെ നമ്മൾ ഇന്ത്യയുടെ ജാഥയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും നയിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി നയിക്കും. അതുപോലെ തന്നെ CPIയുടെ നേതാക്കൾ, ഒരു ഭാഗത്തുനിന്ന് CPIയുടെ നേതാവ് വിനോയ് വിശ്വം ഒരുപക്ഷെ നയിക്കും, മറ്റേ ഭാഗത്തു നിന്ന് ചിലപ്പോൾ MP ഗോവിന്ദൻ നയിക്കും. അതൊക്കെ അണികളെ സജ്ജമാക്കാനാണ്, അല്ലാതെ പൊതുജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാനല്ല. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതൊന്നും മറ്റ് രാജ്യങ്ങളിൽ ചെന്ന ഇപ്പൊ ഞാൻ സോമാലിയയിൽ അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് മരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇവരൊക്കെ നമുക്ക് ഈ എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ആ അഹങ്കാരത്തിൽ നിന്നും ആ സ്വാർത്ഥതയിലേക്കുമാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുഴപ്പമാണ്. റോഡ് ബ്ലോക്ക് ആവുന്നു. നമ്മൾ ആ ഉക്രൈനിലും അല്ലെങ്കിൽ അങ്ങനെ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ആ സാഹചര്യം ഒന്നും ഇവിടെ ഇല്ലല്ലോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ജനങ്ങളുടെ ഭാഗമായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ,
ഇവിടെ എല്ലാ ഈ രാജ്യം മൊത്തം സ്വതന്ത്രന്മാരുണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികളും ഈ ജനങ്ങളെന്താ സ്വതന്ത്രന്മാരെ മാത്രം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവരൊരു സർക്കാർ ഉണ്ടാക്കട്ടെ, അവർ രാഷ്ട്രീയക്കാരൊക്കെ കുഴിച്ചുകൂടാമല്ലോ. എന്താ ജനങ്ങൾ വിചാരിച്ചത്? ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. ചിലര് സ്വാർത്ഥരായുള്ളവര് ഇങ്ങനെ പറയും ബന്ധു മോശമാണ്, അല്ലെങ്കിൽ ഹർത്താൽ മോശമാ, അല്ലെങ്കിൽ അമ്പലത്തിലത് മോശമാ, ജാഥ മോശമാ. അതൊക്കെ ചെറിയൊരു വിഭാഗം സ്വാർത്ഥര്. വലിയ ബഹുഭൂരിപക്ഷവും ഇന്ത്യൻ ജനതയിൽ 99% രാഷ്ട്രീയത്തെയും ഇത്തരത്തിലുള്ള സാമൂഹികമായ ഇഴുകിച്ചേരലിനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഇന്ത്യൻ ജനത. ഒരു ചെറിയ ശതമാനം സ്വാർത്ഥര് വന്നിട്ട് എയർപോർട്ട് അവരുടെ വീട്ടുകാരി മാത്രം, അത് ചെറിയൊരു വിഭാഗം. അവരുടെ സമൂഹത്തെ തൊട്ടപ്പുറത്ത് ഒരാൾ നിലവിളിച്ചാൽ പോലും എത്തി നോക്കാത്ത ഒരു ചെറിയ വിഭാഗമുണ്ട്. എന്നാൽ ഇന്ത്യൻ ജനത എല്ലാവരും അങ്ങനൊന്നുമല്ല. 99% ഈ അല്പസ്വല്പ ബന്ധും ഹർത്താലും ഈ ജാഥയും ബ്ലോക്കും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ബുദ്ധിമുട്ടുമ്പോഴല്ലേ നമ്മൾ ഇച്ചിരി സാമൂഹ്യ ബോധമുള്ളവരായി മാറുന്നത്. അതിലൊന്നും ആരും അങ്ങനെ സ്വാർത്ഥതയുള്ളവരാരും ആ ഭാഗത്തോട്ട് പോകണ്ട എന്നാണ് രാഷ്ട്രീയക്കാരായിട്ട് ഞങ്ങൾ 99% ഇതിനെ അംഗീകരിക്കുന്നത്. അല്ലായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് സ്വതന്ത്രമാരെ അങ്ങ് ജയിപ്പിക്കണമായിരുന്നു. അപ്പൊ ഇടതുപക്ഷം കാണത്തില്ല, കോൺഗ്രസും കാണത്തില്ല, BJP കാണത്തില്ലല്ലോ. എന്താ ജനങ്ങൾ അത് ചെയ്യാത്തത്? അപ്പൊ രാഷ്ട്രീയം ഉണ്ടെങ്കിലേ നമ്മുടെ നാടിന് നിലനിൽപ്പുള്ളൂ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഈ പറഞ്ഞ എയർപോർട്ടിൽ പോകേണ്ടതെല്ലാം കൂടെ ചേർന്ന് സ്വതന്ത്രമാരെ ജയിപ്പിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അണികളെ സജ്ജരാക്കാൻ വേണ്ടിയാണ് യാത്ര എന്നുള്ളത് ഒരു പോസിറ്റീവായ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അത് പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ ഊർജ്ജസ്വലരാക്കി നിർത്തുക എന്നുള്ളത് അത് ജനങ്ങൾ വോട്ടാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അവർ സജ്ജരായി കഴിഞ്ഞാൽ കൂടുതൽ വോട്ടുകൾ കിട്ടുമെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ശ്രീ പ്രദീപാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പുതിയ കാലത്തും ഇത്തരം യാത്രകൾ അനിവാര്യമാണോ, അതോ അതല്ല പുതിയ രീതികളിലേക്ക് മാറേണ്ടതുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറേ നമസ്കാരമുണ്ട്. 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 പറഞ്ഞോ. ഈ സാറേ ഈ യാത്ര ഒരിക്കലും ആർക്കും ഗുണം ചെയ്യുകയില്ല. ഗുണം ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപ നശിപ്പിച്ച് കളയാമെന്നല്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനല്ല, യാതൊരു പ്രയോജനങ്ങളും ഇല്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ പാർട്ടിക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം മുടങ്ങുന്നതല്ലാതെ നമുക്ക് യാതൊരു ഗുണവും ഇല്ലാത്തൊരു പരിപാടിയാണ് ഈ യാത്ര. ഒരു പാർട്ടിക്കാരും ഇങ്ങനെ യാത്ര ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ്, കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ പഴയകാല രീതികൾ പിന്തുടർന്ന് ഇപ്പോഴും ഈ കേരള യാത്ര നടത്തുന്ന മുന്നണികളുടെ തീരുമാനത്തെ കാണുന്നത്? നമ്മൾ കൊറോണ ഇവിടെ എലക്ഷൻ നടത്തിയത്. നമ്മുടെ എലക്ഷൻ ഉണ്ടായില്ലേ? താങ്കൾ പറയുന്നത് വ്യക്തമല്ല. ഈ കൊറോണ കാലത്ത് നമ്മൾ നമ്മുടെ എലക്ഷൻ ഉണ്ടായില്ലേ? അതെ, ഒരു യാത്ര നടത്തിയിട്ടില്ല. അന്നേരം എലക്ഷൻ ഉണ്ടായല്ലോ. ഭരിക്കുന്ന സർക്കാർ ആരായാലും ഇല്ലെങ്കിൽ ഏത് പാർട്ടി ആയാലും ജനങ്ങൾ നല്ല ചെയ്ത് കഴിഞ്ഞാൽ ഈ യാത്രയുടെ പോലും ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും കുറവ് ഇപ്പം എന്താ ജീവിക്കാൻ എളുപ്പമുള്ള ഒരു ജില്ല തിരുവനന്തപുരം ജില്ലയില് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 833 രൂപ ഒരു മാസം വാടക കിട്ടുന്ന ഒരു സ്ഥലം കിട്ടുന്നത് ശ്രീ സന്തോഷ്, അത് എവിടെയാണ് ഈ 833 രൂപയ്ക്ക് ജീവിക്കാൻ ഒരു മാസത്തേക്ക് കിട്ടുന്ന സ്ഥലം? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതല്ല ഇന്നലെ ഇപ്പൊ ഇത് പിന്നെ MLA ക്വാർട്ടേഴ്സ്. MLA ക്വാർട്ടേഴ്സ് അല്ലല്ലോ, അത് MLA ഓഫീസ് അല്ലേ? MLA ഓഫീസ് 833 രൂപയ്ക്ക് ഒരു മാസം. 833 രൂപയ്ക്ക് MLA കുടുംബസമേതം താമസിക്കുന്ന അവിടെയാണോ? കുടുംബസമേതല്ല, ഒരു തട്ടുകട അവിടെ കിട്ടാ. സന്തോഷ്, ചോദിക്കട്ടെ, MLA ഓഫീസ് ഒരു നാട്ടിൽ നടത്തുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ആ MLAക്ക് ഒരു ഓഫീസ് കൊടുക്കുന്നതിന് വാടക മേടിക്കുന്നതിന്റെ യഥാർത്ഥത്തിൽ തെറ്റല്ലേ? എന്തിനാണ് വാടക മേടിക്കുന്നത്? സാധാരണ ജനങ്ങൾ വന്ന് MLA കാണാനും MLAക്ക് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനും ഒരു സ്ഥലമല്ലേ? അത് ആ MLAയുടെ ഉത്തരവാദിത്തമല്ലേ? അതിന് 832 രൂപ തന്നെ എന്തിനാണ് വാടക മേടിക്കേണ്ട കാര്യം? പാവപ്പെട്ടവരുടെ തട്ടുകട അല്ലല്ലോ. ഒരു തട്ടുകട ഒരാളുടെ ജീവിതമാണെങ്കിൽ ഒരു മണ്ഡലത്തിലെ മുഴുവൻ പേരുടെയും കാര്യങ്ങൾ നോക്കാനല്ലേ MLA ഉള്ളത്. ആ MLAക്ക് ഒരു ഓഫീസ് വരുന്നതിന് അവന്റെ വാടകയുടെ കാര്യം നോക്കേണ്ട കാര്യമുണ്ടോ? അതിനെന്താണ് ഇത്ര പ്രശ്നം? ഞാൻ പറഞ്ഞത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ സൗജന്യമായി തന്നെ ചെയ്യേണ്ടതല്ലേ? അവിടെ ഒരു വാടക ഇല്ലാതെ ഓരോ MLAക്കും ഒരു ഓഫീസ് ഉണ്ടാക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. സർക്കാരിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതിന് വരെ 832 രൂപ വാങ്ങിക്കല്ല വേണ്ടത്. വാങ്ങാനേ പാടില്ല സാർ. അല്ല, അത് തന്നെയാണ് ശരി. വാങ്ങാനേ പാടില്ലെന്നുള്ളതാണ് ശരി. അല്ലാതെ ഈ വാടക മേടിച്ചിട്ട് അതെന്തോ ഒരു കുറഞ്ഞ വാടകയായി പോയി എന്ന് പറയുന്നതിനകത്ത് അത് എന്ത് ന്യായമാണ് താങ്കൾ ഈ പറയുന്നത്? അവിടെ തിരുവനന്തപുരം MLAക്ക് താമസിക്കാൻ വീടാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ താങ്കൾക്ക് പറയാം ശരിയാണ്, MLAക്ക് 832 രൂപയ്ക്ക് വീട് കൊടുക്കുന്നു, അത് ന്യായമാണ്. ഇതങ്ങനെയല്ല, ഓഫീസല്ലേ അത്. അല്ല ഇപ്പം ഇതെല്ലാം കണ്ടറിയാം. കാരണം അത് കണ്ടറിയാന്ന് പറയാം. താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായത്തിന് ന്യായം വേണ്ടേ സന്തോഷ്? ചുമ്മാ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഞാൻ ചുമ്മാതെ അല്ല പറഞ്ഞത്. പാവപ്പെട്ട ജനങ്ങള് അവിടെ എവിടെ പോയാലും അത്രയും പണം കൂടുതൽ കൊടുത്ത് ജീവിക്കുമ്പോ
അവിടെ ഒരു ഇത് എന്തിന് ഞാൻ MLA-ക്ക് ജീവിക്കാൻ കൊടുത്താണോ ഇത്? പാവപ്പെട്ട ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു MLA-ക്ക് ഒരു റൂം കൊടുത്തോ അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുത്തോ അവിടെ MLA ഇരിക്കുന്ന ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? നമ്മളെ കയ്യിൽ നിന്ന് വൻ നികുതിയും വാങ്ങിയിട്ട് ഇവിടെ സാറ് ചിന്തിച്ചു നോക്കണം, ഈ MLA ഓഫീസിന് വേണ്ടി എത്ര അവിടെ നിയമസഭയിൽ നിന്ന് കൊടുക്കുന്നത് ഒന്ന് അന്വേഷിച്ചു നോക്കണം. ശ്രീ സന്തോഷ്, താങ്കളോട് വളരെ കൃത്യമായി പറയാം, താങ്കൾ തെറ്റിദ്ധാരണ വെച്ച് സംസാരിക്കരുത്. ഒരു MLA-ക്ക് 27,000 രൂപ കിട്ടുന്നത് മണ്ഡലത്തിലെ തന്റെ ഓഫീസിന്റെ ആകെ പ്രവർത്തനത്തിന് വേണ്ടിയാണ്, വാടക കൊടുക്കാൻ വേണ്ടിയല്ല. 25,000 രൂപ കൊണ്ട് ഒരു MLA-ക്ക് ഒരു മാസത്തെ ഇത്തരം ചെലവുകളൊന്നും നടക്കുകയുമില്ല. അതിൽ എത്രയോ കൂടുതൽ ഓരോ MLA-ക്കും ചിലവാകും. ഒരു MLA എത്ര സ്ഥലത്ത് യാത്ര ചെയ്യേണ്ടി വരും. അഴിമതിക്കാരനില്ലാത്ത ഒരു MLA ആണെങ്കിൽ ഈ പണം വളരെ കുറവാണ്, അതിന് യാതൊരു സംശയവുമില്ല. ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് 832 രൂപ ഏതെങ്കിലും ഒരു MLA-ക്ക് അയാളുടെ വീട്ടിൽ ഭാര്യയും മക്കളുമായി താമസിക്കാൻ കൊടുക്കുന്ന സ്ഥലമല്ല. ഒരു MLA ഓഫീസിന് വേണ്ടി ഒരു സർക്കാർ സംവിധാനത്തിൽ ഓഫീസുകൾ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ തന്നെ സംവിധാനത്തിൽ ഓഫീസ് കൊടുക്കുന്നതിന് ആ വാടക കുറഞ്ഞു പോയി, അതുകൊണ്ട് മറ്റുള്ളവർക്കില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, നേരത്തെയൊക്കെ മുൻകാലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം യാത്രകൾ അനിവാര്യമായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആശയപ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു പല മാർഗങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു. ആ കാലത്ത് സ്വന്തം അണികളെ ആവേശഭരിതരാക്കുക എന്നതിനപ്പുറത്തേക്ക് വോട്ട് കൂടുതൽ നേടാനോ അല്ലെങ്കിൽ ജനത്തിലേക്ക് ആശയങ്ങൾ എത്തിക്കാനോ ഈ യാത്രകൾക്ക്, ഈ കേരള യാത്രകൾ കൊണ്ട് കഴിയുമോ? 70കളില് ഒരു സൈക്കിളിൽ ഒരു മൈക്കും ഒക്കെ വെച്ച് അതിന്റെ ഒരു ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്ത് ആ സൈക്കിളിൽ പഞ്ചായത്ത് മുഴുവൻ നടന്നിട്ടുള്ള കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. അങ്ങനെയുള്ള യാത്രകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പഞ്ചായത്ത് മുഴുവൻ രാവിലെ തുടർന്നു വരും 8-9 മണിയാകുമ്പോൾ, വൈകുന്നേരം പഞ്ചായത്തിന്റെ ഏതെങ്കിലും പ്രധാന കേന്ദ്രത്തിൽ ഈ യാത്ര സമാപിക്കും. അപ്പൊ ഈ പോകുന്ന ഓരോ പോയിന്റിലും എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ വെച്ച് ഓരോ സ്ഥലത്തും പോയി ആൾക്കാർ, അതിന്റെ കൂടെ ജാഥയുടെ ക്യാപ്റ്റനായിട്ട് പോകുന്ന ആൾക്കാർ പ്രസംഗിച്ച് ആൾക്കാരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം പണ്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ സൈക്കിളിന്റെ ഒന്നും ആവശ്യമില്ല, മോട്ടോർ വാഹനങ്ങളുണ്ട്. അപ്പം കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റും, കൂടുതൽ ആളുകളെ കാണാൻ പറ്റും, കൂടുതൽ ആളുകളിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ പറ്റും. അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. പിന്നെ എന്തിന് യാത്ര എന്നുള്ളതാണുള്ള ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 20-ാം തീയതി ബാംഗ്ലൂരില് കുറെ അധികം ആൾക്കാരുടെ വീടുകൾ ഇടിച്ചു നിരത്തി, അവിടുന്ന് ആൾക്കാർ വഴിയാധാരമായി. നിങ്ങൾ മാധ്യമങ്ങൾ ആരോടെങ്കിലും ഇത് പറഞ്ഞോ? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കേരളത്തിലുള്ള ജനങ്ങൾ അറിയുന്നത്? ഇവിടുത്തെ വലദോഷ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇത്രയുള്ള വേറുകൃത്യങ്ങളുണ്ടല്ലോ. ഞാൻ കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളിൽ താങ്കൾ പറയപ്പെടുന്ന മാധ്യമങ്ങളിലും ഇടതുപക്ഷ മാധ്യമങ്ങളിലുമൊക്കെ ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെയാണ് ഈ വാർത്തകളെല്ലാം വന്നത്. അതിന് യാതൊരു സംശയമില്ല. ആ വിഷയം വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിയത് ഉണ്ടായി കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞാണ്. അന്നേരമാണ് ബാക്കി എല്ലാ മാധ്യമങ്ങളും അത് എടുത്തത്. അല്ലാതെ ഉണ്ടായ സമയത്ത് തന്നെ അതൊരു വലിയ വിവാദമായി മാറിയില്ല, അതിനുശേഷമാണ് വിവാദമായി മാറിയത്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ജനങ്ങളെ അറിയിച്ചില്ല എന്ന് പറയും? കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് ജനങ്ങളെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചല്ലോ. എല്ലാ മാധ്യമങ്ങളും വാർത്ത അറിയില്ലേ? ആ വാർത്ത കൃത്യസമയത്ത് അതിന്റെ ഗ്രാവിറ്റിയിൽ അതിന്റെ പുറത്തുവെക്ക് വന്നില്ല. അതുകൊണ്ട് ആ വാർത്തകൾ ആ സമയത്ത് എത്തിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ മാധ്യമങ്ങൾ തന്നെ ഉണ്ടല്ലോ, പാർട്ടിക്ക് തന്നെ പത്രവും ചാനലും ഒക്കെ ഇല്ലേ? എല്ലാവരും ഒരേ സമയത്തല്ലേ നൽകിയത്? അതൊക്കെ വിട്. ഡിസംബർ 20-ാം തീയതി അല്ലേ സംഭവം നടന്നത്? ശ്രീ കൃഷ്ണൻകുട്ടി, അതല്ലേ ഞാൻ പറഞ്ഞത് ഇത്രയും നേരം. ആ 20-ാം തീയതി നടന്ന കാര്യം ബാക്കിയുള്ള താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വലതുപക്ഷ മാധ്യമങ്ങൾ എല്ലാം കൂടി ചേർന്ന് മാറ്റിവെച്ചു എന്ന് പറയാം. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷ മാധ്യമങ്ങൾ, വ്യക്തമായി തന്നെ പാർട്ടിക്ക് ചാനലും പത്രവും ഒക്കെ ഉണ്ടല്ലോ, അവര് മുൻകൂട്ടി എന്തുകൊണ്ട് 20-ാം തീയതി തന്നെ റിപ്പോർട്ട് ചെയ്തില്ല? അതിനെന്താണ് ഉത്തരം? കഴിഞ്ഞോ? കഴിഞ്ഞു, പറഞ്ഞോളൂ. അപ്പം ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ അറിയിക്കാതിരിക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ചെയ്യുന്ന ഒരു കള്ളക്കളിയാണ്. ഞാനതാ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾ ഇത് പറഞ്ഞു. മാധ്യമങ്ങൾ ചെയ്യുന്ന കള്ളക്കളിയാണെന്ന് പറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളോടും അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് നടന്നില്ല എന്ന് പറയും? നിങ്ങളുടെ മാധ്യമത്തിന്റെ കാര്യം നിങ്ങൾ പറയും. ഞാൻ ചോദിച്ചതാണ്. അറിയിച്ചില്ല. ശ്രീ കൃഷ്ണൻകുട്ടി വളരെ കൃത്യമായി പറഞ്ഞു. ആ വിഷയം ഉണ്ടായ സമയത്ത് അതിന്റെ ഗ്രാവിറ്റിയിൽ പുറത്തേക്ക് വന്നിരുന്നില്ല. ആ ഗ്രാവിറ്റിയിൽ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങളായാലും താങ്കൾ പറയുന്ന വലതുപക്ഷമെങ്കിൽ വലതുപക്ഷം അല്ലെങ്കിൽ പക്ഷമില്ലാത്തെങ്കിൽ പക്ഷമില്ലാത്ത എല്ലാ മാധ്യമങ്ങളും ഒരേ സമയത്താണ് റിപ്പോർട്ട് ചെയ്തത്. അല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടി തീരുമാനിച്ച് അത് റിപ്പോർട്ട് ചെയ്യേണ്ട, ആരും അറിയണ്ട, ഞങ്ങൾ മാറ്റിവെച്ചേക്കാം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഒരു മാധ്യമത്തിന്റെ അഡ്വക്കേറ്റ് അല്ല. ഒരു മാധ്യമത്തിന് വേണ്ടിയിട്ടും താങ്കൾ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ അങ്ങനെ ഒരു ഇടതുപക്ഷ വിരുദ്ധ അജണ്ടയിൽ കേരളത്തിലെ ഇടതു മാധ്യമങ്ങളടക്കം നിന്നു എന്ന് പറയണ്ടേ? കേരളത്തിലെ CPM പോലെ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ മാധ്യമമുള്ളതല്ലേ? ആ സമയത്ത് അതിന്റെ ഗ്രാവിറ്റിയിൽ അത് പുറത്തു വന്നില്ല. അതുകൊണ്ടാണ് ഒരു മാധ്യമവും ആ സമയത്ത് ആ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നീട് എല്ലാവരും പ്രാധാന്യത്തെ വാർത്ത നൽകിയില്ലേ?
ഞാൻ CPM-ന്റെ വ്യക്തമായിട്ടല്ലോ ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ ഒരു ആരുടെ വ്യക്തമായി സംസാരിച്ചാലും കാര്യങ്ങൾ വ്യക്തമല്ലേ? ആദ്യം കേക്ക് എന്തുകൊണ്ട് ഈ യാത്രകളൊക്കെ ആവശ്യമായി വരുന്നു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം അവരവരുടെ അജണ്ട വെച്ച് പല കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുള്ള ഒരു സത്യമാണ്. അതെല്ലാവർക്കും അറിയാം. ഇന്നത്തെ മനോരമയും ഇന്നത്തെ മറ്റുള്ള പത്രങ്ങളും നോക്ക്, ഓരോ വാർത്തകളും എങ്ങനെയാണ് അവരടിച്ചേക്കുന്നതെന്ന്. അവരുടെ താല്പര്യപ്രകാരമുള്ള വാർത്തകൾ അവർ കൊടുക്കും, അല്ലാത്തത് മറച്ചു വയ്ക്കും, അല്ലാത്തത് വളച്ചൊടിക്കും. ഇതെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും അധമമായ മാധ്യമ പ്രവർത്തനം കേരളത്തിലല്ലാതെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബോംബെയിലൊക്കെ പോയി ജീവിച്ചിട്ടുണ്ട്. ഇത്രയും അധമമായ മാധ്യമപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് യാത്രകളിലൂടെ ജനങ്ങളിലേക്ക് അതാത് പാർട്ടികളുടെ സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളത് ആ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് അനിവാര്യമായ കാര്യമാണ്. അതിന് യാത്ര വേണ്ടി വരും. അത് യാത്ര ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യവും കേരളത്തിൽ നിലനിൽക്കുന്ന അത്രയും കാലം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് മാറ്റമൊന്നും വരത്തില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഉദ്ദേശിച്ച ഈ കേരളത്തിലെ മാധ്യമങ്ങളാകെ ചേർന്ന് വാർത്ത മറച്ചു വെച്ചു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് കേരളത്തിലുണ്ടായ നേട്ടങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അല്ല, രാഷ്ട്രീയക്കാർ പറഞ്ഞ് അറിയുന്നത്. നിങ്ങളെല്ലാം ഒളിച്ചു വെക്കുക ചെയ്യുന്നേ. ഞാൻ പറയുന്നത് കൃഷ്ണൻകുട്ടി, എന്തായാലും താങ്കൾ അറിയുന്ന 100 വിവരങ്ങളിൽ 90% വിവരങ്ങളും അറിയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ഞാൻ പലത് പറഞ്ഞത് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. പലതും എവിടുന്നാണ് സെർച്ച് ചെയ്ത്? മാധ്യമങ്ങൾ വരുന്നതല്ലേ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്, അല്ലാതെ എവിടുന്നാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്? ഇത്രയും അധമമായ മാധ്യമപ്രവർത്തനം കേരളത്തിലെല്ലാം ഒരിടത്തും കാണാനില്ല. ശരി, ഓക്കെ. താങ്കൾക്ക് ഇന്ത്യയുടെ ടോട്ടൽ അവസ്ഥയെ, ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലെ മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് കുറെ കൂടി ആഴത്തിൽ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായാലും ആ തരത്തിലേക്കൊന്നും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. വിമർശനങ്ങളില്ല എന്നല്ല, അപജയങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തനത്തെക്കാൾ മെച്ചപ്പെട്ട മാധ്യമപ്രവർത്തനം തന്നെയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഏതെങ്കിലും ഒരു ചാനലോ പത്രമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ചാനലോ പത്രമോ വാർത്ത തമസ്കരിക്കാനോ ഇല്ലാതെയാക്കാനോ ഒന്നും കഴിയുന്ന ഒരു അവസ്ഥ പുതിയ സാഹചര്യത്തിൽ ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ശ്രീ ശേഖരനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശേഖരൻ, താങ്കൾക്ക് വേഗത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ചും നല്ലൊരു ശതമാനം പ്രേക്ഷകരും പുതിയ കാലത്ത് എന്തിനാണ് ഇത്തരമൊരു യാത്ര നടത്തുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. ഈ യാത്ര തന്നെ അനാവശ്യമാണ്. ഈ പുതിയ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ മുദ്രാവാക്യങ്ങൾ ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ഒട്ടേറെ മാർഗ്ഗങ്ങളുള്ളപ്പോൾ മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുന്ന ഒരു പ്രധാന തടസ്സമായി പറഞ്ഞു. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി വരുത്തുന്ന പിരിവിനെ കുറിച്ച് ജനങ്ങൾ ആ ഭാരം കൂടി ജനങ്ങൾ വഹിക്കേണ്ടതെന്ന് പറഞ്ഞു. അതല്ല, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ അണികളെ ഊർജ്ജസ്വലരാക്കാൻ ഇത്തരം ഒരു യാത്രകൾ അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ പ്രവർത്തകർ കൂടിയുണ്ട്. അങ്ങനെയല്ല, മാധ്യമങ്ങളാകെ വാർത്തകളൊന്നും നൽകുന്നില്ല. അപ്പോൾ അത് സത്യസന്ധമായ കാര്യങ്ങൾ പാർട്ടികൾക്ക് പറയാനുള്ളത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് യാത്ര എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.